രാഹുൽ മാങ്കൂട്ടം വ്യക്തമായി പറഞ്ഞു, എനിക്കെതിരെ നീങ്ങുന്നത് കമ്മ്യൂണിസ്റ്റുകാരേക്കാളും ബി ജെ പിയേക്കാളും കോൺഗ്രസിലെ ചില മഹിളാ രത്നങ്ങളാണെന്ന്. അതിൽപ്പെട്ടവരാണിപ്പോൾ അതിജീവിത എന്നും പറഞ്ഞ് ഇപ്പോൾ രാഹുലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഒന്ന് നോക്കിയത് കൊണ്ട് മാത്രം അതിജീവിത ആവുമോ? രാഹുൽ പറയുന്നു സൗഹൃദം മാത്രമാണെന്ന്. പക്ഷെ അങ്ങനെയുള്ളവർ പിന്നെയും പിന്നെയും രാഹുലിനെ അങ്ങോട്ട് ചെന്ന് കാണണമെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെയായിരിക്കണം. ഈ രാഹുൽ എവിടെയാണ് തെറ്റുകാരൻ? രാഹുൽ നിരപരാധിയാണെന്ന് 3 കോടതികളിലും പറഞ്ഞിട്ട് പിന്നെയും അതിജീവിതകൾ വിധിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അവരുടെ നിയമമാണോ വലുത്? കോടതി നിയമമല്ലേ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വലുതായിട്ട് നമ്മൾക്ക് തോന്നുന്നത്. പിന്നെ അതിജീവിതമാർ എങ്ങനെയാണ് വിധിക്കുന്നത് അവൻ തെറ്റുകാരനാണെന്ന്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് നിരപരാധികളെ തെറ്റുകാരനായി ചിത്രീകരിക്കാൻ?